ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്ന് വിളി കേൾത്തേ? നിങ്ങളുടെ എന്തോന്നുള്ള വിളി കേൾക്കുമ്പോൾ സാറിന് എന്ത് സന്തോഷമാണെന്നറിയാവോ? ഈശോയെക്കുറിച്ച് പഠിക്കാൻ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. സന്തോഷത്തിലല്ലേ എല്ലാവരും? ഈശോയും വലിയ സന്തോഷത്തിലാണ്. ഈശോയെക്കുറിച്ച് പഠിക്കാൻ എൻ്റെ കുഞ്ഞു മക്കൾ വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുമ്പോൾ സ്വർഗം വലിയ സന്തോഷിക്കുക. നമുക്ക് ആ സന്തോഷത്തോട് പങ്കുചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞുമക്കളെല്ലാം കൈകൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് ഈശോയോട് കൂടെ ആയിരിക്കാം. കാരുണ്യവാനായ ഈശോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളും അങ്ങ് നിറവുകളാക്കി മാറ്റുന്നു. ഈശോയെ, കഴിഞ്ഞ പാഠത്തിലൂടെയെല്ലാം ഞങ്ങളോടുള്ള അങ്ങയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങൾ പാപികളായിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും എത്രമാത്രം സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എത്രമാത്രം സഹിച്ചു എന്നെല്ലാം ഞങ്ങൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാം ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് ഈ നിമിഷം നൽകണമേ. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയമേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. സുഖമല്ലേ? സന്തോഷമാണല്ലോ അല്ലേ? കഴിഞ്ഞ പാഠം നമ്മൾ എന്തിനെക്കുറിച്ചായിരുന്നു പഠിച്ചത്? ആരാ ഓർക്കുന്നത്? ജോസുകുട്ടി പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ് ജോസുകുട്ടി? ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചും പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും അല്ലേ? ഈശോ ഉദ്ധാനം ചെയ്ത് 40 ദിവസം അവിടെ ഇടയിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എന്തിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത്? ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അല്ലേ? ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ച് അവർക്ക് വേണ്ട തെളിവുകളെല്ലാം നൽകി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 40-ാം ദിവസം അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. ബഥാനിയയിൽ ചെന്നപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ഒരു ചോദ്യം ചോദിച്ചു. ഓർക്കുന്നില്ലേ? അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നിട്ട് അവരോട് എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനപ്പെടും അല്ലേ? എന്നിട്ട് ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. എന്തായിരുന്നു ശിഷ്യന്മാരെ ഏറ്റെടുത്ത പ്രധാനപ്പെട്ട ദൗത്യം? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതാ ശിഷ്യന്മാരെ ഏറ്റെടുത്ത ദൗത്യമല്ലേ? ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പോയി ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ വീഡിയോയിൽ കണ്ടു അല്ലേ? ഈശോയുടെ ശിഷ്യന്മാർ എത്രമാത്രം വേദനയേറ്റാണ് അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ചത്. വ്യത്യസ്തങ്ങളായ രീതിയിലൂടെ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടു, തിളച്ച എണ്ണയിലിട്ടു, കുന്തം കൊണ്ട് കുത്തി എല്ലാം ശിഷ്യന്മാർ രക്തസാക്ഷിത്വം വരിച്ചു. ആർക്ക് വേണ്ടിയിട്ടാ? ഈശോയ്ക്ക് വേണ്ടിയിട്ട്. ആരോടുള്ള സ്നേഹം കൊണ്ടാ? ഈശോയോടുള്ള സ്നേഹം കൊണ്ട്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് ശിഷ്യന്മാർ ഉദ്ഘോഷിച്ചു അല്ലേ? അതിനു വേണ്ടിയിട്ട് അവർ രക്തസാക്ഷിത്വം വരിച്ചു. എത്രയോ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്കെല്ലാം സങ്കടം തോന്നിയില്ലേ മക്കളെ? തോന്നിയല്ലേ? എത്ര തീക്ഷ്ണമായിട്ടാണ് ശിഷ്യന്മാർ ഈശോയ്ക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വരിച്ചതെന്നല്ലേ? അത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം പഠിച്ചായിരുന്നു. എന്താ? ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനാണ് എന്ന്. മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ അനുയായികളായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ആരാ? പ്രേക്ഷിതരാ അല്ലേ? സാറ് നിങ്ങളോട് പറഞ്ഞു, 2ാം വത്തിക്കാൻ കൗൺസിലിൽ പറയുന്നുണ്ട് സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ് എന്ന്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച് സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും ആരാന്ന് പറഞ്ഞത് സാറ്? പ്രേക്ഷിതരാണ്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന എല്ലാ അവസരത്തിലും എല്ലാ സാഹചര്യത്തിലും നമ്മൾ ആരെ പ്രഘോഷിക്കണമെന്ന് പറഞ്ഞു? ഈശോയെ പ്രഘോഷിക്കണമെന്ന് പറഞ്ഞു. നമ്മളും പ്രേക്ഷിതരാകണമെന്ന് പറഞ്ഞില്ലേ? മിടുക്കരായിട്ട് നിങ്ങൾ പ്രേക്ഷിതരായി അല്ലേ? നിങ്ങൾ സാറിന് വലിയ സന്തോഷമാണ്. നിങ്ങൾ ഈശോയെക്കുറിച്ച്
കുറേ പേരോട് പറഞ്ഞില്ലേ? പറഞ്ഞു അല്ലേ? സാറ് പറഞ്ഞായിരുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ഈശോയെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു അല്ലേ? സന്തോഷമായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എത്രാമത്തെ പാഠമാണ്? 14-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേര് എന്താണെന്നറിയാവോ? പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും. എന്താ? പന്തക്കുസ്തായും വിശ്വാസ പ്രഘോഷണവും. നമുക്കറിയാം പന്തക്കുസ്ത സമാഗതമായി. പന്തക്കുസ്ത ദിനം അടുത്തു വന്നു. നമുക്കറിയാം ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും കൂടി സെഹിയോൻ ഊട്ടിശാലിയിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഈശോ അവരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, ജെറുസലേമിൽ തന്നെ തങ്ങണം. സമയമാകുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ട് അവർ തീക്ഷ്ണമായിട്ട് ഈശോ പറഞ്ഞ കാര്യങ്ങളോർത്ത് നല്ല മിടുക്കരായ ശിഷ്യന്മാരായിരുന്നു അവരല്ലേ? ആ ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും കൂടി പ്രാർത്ഥിച്ച് തീക്ഷ്ണമായിട്ട് കാത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരുന്നേ? പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈശോ പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞാൻ പോയി നിങ്ങൾക്കൊരു സഹായകനെ അയക്കുമെന്ന് പറഞ്ഞല്ലേ? ഈശോ ആകാശത്തിലേക്ക് പോകുന്നത് കണ്ട് അവരിങ്ങനെ തീക്ഷ്ണമായിട്ട് നോക്കി നിൽക്കുമ്പോൾ 2 ദൂതന്മാർ വന്ന് അവരോട് എന്താ പറയുന്നത്? അല്ലയോ ഗലീലീരേ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ആകാശത്തിലേക്ക് പോയ ഈശോ, അല്ലേ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞ ഈശോ, സ്വർഗത്തിലേക്ക് പോയ ഈശോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് അവരോട് പറഞ്ഞു. അവർ വലിയ സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിലും അതുപോലെ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തിലും അവർ സെഹിയോൻ ഊട്ടിശാലയിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ മക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ. Wake up, all of you. Wake. Come. What are we doing? We're praying. Our Father in heaven, hallowed be your name. Your kingdom come. Your will be done on earth as it is in heaven. Give us today our one. Our Father who art in heaven, hallowed be your name. Your kingdom come. Your will be done. As we have also forgiven our debtors, and lead us not into temptation. Our Father, hallowed be your name. Your kingdom come. Your will be done on earth as it is in heaven. Give us today our Now we can leave this place. വീഡിയോ കണ്ടോ? പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും സെഹിയോൻ ശാലയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം ആദ്യം വരികയാണ്. വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം. അത് അവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവനും നിറയുകയാണ്. ഈ കൊടുങ്കാറ്റ് വന്ന് ഈ ഈശോയും ശിഷ്യന്മാരും സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അഗ്നിജ്വാലകൾ പോലെയുള്ള തീനാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേലെ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. വലിയ കൊടുങ്കാറ്റടിച്ചു. അത് കഴിഞ്ഞ് അഗ്നിജ്വാലകൾ വന്ന് അവരുടെ ഓരോരുത്തരുടെയും മേലെ നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം നമ്മൾ കാണുന്നത്. എന്താ സംഭവിച്ച? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ചാണ് അവരെന്താണ് സംസാരിച്ചത്?
ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് അവർ പ്രസംഗിച്ചതായിരിക്കും അല്ലേ? നമുക്കറിയത്തില്ല എന്താ പ്രസംഗിച്ചതെന്ന്. അവർ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രസംഗിച്ചുവെന്നാണ് പറയുന്നത്, സംസാരിച്ചുവെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ആകാശത്തിന് കീഴിലുള്ള മുഴുവൻ ജനപദങ്ങളിലും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. എല്ലാ ജനപദങ്ങളും ഒരുമിച്ച് കൂടിയെന്നല്ല പറയുന്നത്. അവരുടെ എല്ലാം പ്രതിനിധിയായി ആൾക്കാർ, ഭക്തരായ യഹൂദർ അവിടെ സമ്മേളിച്ചിരുന്നു. ആകാശത്ത് എല്ലാ രാജ്യത്തിലും പെട്ട യഹൂദർ ഈ പന്തക്കുസ്താ ദിനത്തിൽ അവിടെ സമ്മേളിച്ചിരുന്നു. ഈ ആരവം കേട്ട് അവരെല്ലാവരും ഓടി വന്നു. സെഹിയോൻ ശാലയുടെ അടുത്തേക്ക് ആരവം കേട്ട് അവരെല്ലാവരും ഓടി വന്നു. ശിഷ്യന്മാർ ഉച്ചത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ തീക്ഷ്ണമായി പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ഒച്ചയും ബഹളവും എല്ലാം കേട്ട് യഹൂദരെല്ലാവരും കൂടി അവിടെ സമ്മേളിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി. അപ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. എന്താണെന്നറിയാമോ മക്കളെ? അപ്പോൾ തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷയിൽ അപ്പസ്തലന്മാർ സംസാരിക്കുന്നതായി അവർ കേട്ട് അത്ഭുതപ്പെടുകയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ അവരവരുടെ ഭാഷയിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ രാജ്യങ്ങളിലെ കർണാടകത്തിൽ നിന്ന് വരുന്നവർ കന്നഡ ഭാഷയിൽ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ തമിഴ്നാട് ഭാഷയിൽ, നമുക്ക് മലയാളത്തിൽ, ഏതെല്ലാം ഭാഷയിലുള്ള ജനങ്ങളാണോ അവിടെ ഓടിക്കൂടിയത് അവരെല്ലാവരും അവരവരുടെ ഭാഷകളിൽ അപ്പസ്തലന്മാർ പറയുന്നത് കേട്ടു. അവർ അത്ഭുതപ്പെട്ടു. അപ്പസ്തലന്മാർക്ക് ഈ ഭാഷകളൊന്നും അറിയത്തില്ലായിരുന്നു അല്ലേ? പക്ഷേ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത്? അപ്പസ്തലന്മാർ ഈശോയെക്കുറിച്ച് പ്രസംഗിച്ചു. വന്ന യഹൂദർ മുഴുവനും അവരവരുടെ ഭാഷകളിൽ അത് കേട്ടു, അത്ഭുതപ്പെട്ടു. അപ്പോൾ ഈ യഹൂദർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണെന്ന് സാറ് പറഞ്ഞു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചായിരുന്നു ഈ അപ്പസ്തലന്മാർ സംസാരിച്ചതെന്ന് അവർ പരസ്പരം പറയുകയാണ്. എന്താ അവർ കേട്ടത്? ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചായിരുന്നു. ദൈവം ലാസറിനെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞു കാണും അല്ലേ? പാവത്തിൽ കഴിഞ്ഞ സ്ത്രീയെ രക്ഷിച്ചുവെന്ന് പറഞ്ഞു കാണും. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു കാണും. അന്ധന് കാഴ്ച കൊടുത്ത് പറഞ്ഞു കാണും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ. അതുപോലെ ദൈവം അവർക്ക് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ആര് വിവരിച്ചു? ഈ അപ്പസ്തലന്മാർ വിവരിച്ചു. ഈശോ മരിച്ചവരിൽ നിന്ന് 3-ാം ദിനം ഉയർത്തുവെന്നും അവരെ യഹൂദരെ ഈശോയെ കുരിശിൽ തറച്ച് കൊന്നുവെന്നും എന്നുള്ള ഇവർ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ അവർ വിസ്മയഭരിതരായി എന്നാണ് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് വളരെ തീക്ഷ്ണമായി അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പത്രോസ് ഏറ്റുനിന്ന് ഒരൊറ്റ പ്രസംഗം അങ്ങ് പ്രസംഗിച്ചു. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് പത്രോസ് അല്ലേ? പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു യേശുവിനെക്കുറിച്ച്. എന്താ പ്രസംഗിച്ചതെന്ന് തിരുവചനത്തിലുണ്ട്. മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. പത്രോസ് എന്താ ഈശോയെക്കുറിച്ച് പ്രസംഗിച്ചത് എന്ന് സാറ് തിരുവചനം വായിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണെന്ന് സാർ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ആ തീക്ഷ്ണതയോടെയും ആ ഭക്തിയോടെയും ഇരിക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളാണ്. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവേൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവേൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തെ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായി മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എല്ലാവരും സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നിങ്ങൾ ഈ ചിത്രം കണ്ടോ?
പത്രോസ് എത്ര തീക്ഷ്ണമായിട്ടാണ് പ്രസംഗിക്കുന്നത്. ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം അല്ലേ. ആ ആൾക്കാർ വളരെ തീക്ഷ്ണമായിട്ട് പത്രോസിൻ്റെ പ്രസംഗം കേട്ടിരിക്കുക. നമ്മൾ തിരുവചനത്തിൽ വായിച്ചു, ആ സമയം പത്രോസ് എഴുന്നേറ്റ് ആത്മാവിൻ്റെ ശക്തിയാൽ പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. വെറുതെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമല്ല കേട്ടോ മക്കളെ ചെയ്ത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? എൻ്റെ വാക്ക് ശ്രദ്ധിക്കുവിൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. അവിടെ കൂടിയിരുന്ന യഹൂദർ, സാറ് നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ആകാശത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും യഹൂദർ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നല്ലേ. ഇവർ വിചാരിച്ചു ഇവർ ലഹരി പിടിച്ച് സംസാരിക്കുന്നവരാണോ, ഇവർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ജോയേൽ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഓക്കെ, ജോയേൽ പ്രവാചകൻ പഴയ നിയമത്തിൽ പറയുകയാണ്, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ആത്മാവിനെ വർഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ മക്കളെ, എത്രയോ സുന്ദരമായ ഒരു വചനമായി യോയേൽ പ്രവാചകൻ പറഞ്ഞത്. എന്താണ്? എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവം പറഞ്ഞെന്നാണ് പറഞ്ഞത്, എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആത്മാവ് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. എത്രയോ സുന്ദരമായ വാക്കാണ് അല്ലേ. അത് കഴിഞ്ഞ് തുടർന്ന് പഴയ നിയമ പത്രോസ് ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞ് പഴയ നിയമ ഭാവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ ദൈവപുത്രനായിരുന്നുവെന്നും അവിടുന്ന് പീഡകൾ സഹിച്ച് മരിച്ച് നമ്മെ രക്ഷിച്ചുവെന്നും പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിച്ചുവെന്നും പത്രോസ് വ്യക്തമാക്കി. വെറുതെ ഇത് പറയുക മാത്രമല്ല ചെയ്തത്, ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ് പറയുന്നല്ലേ. തൻ്റെ ദൈവപുത്രനെ ഇങ്ങോട്ട് അയച്ചുവെന്നും നമ്മളിലേക്ക് അയച്ചുവെന്നും അവിടുന്ന് പീഡകൾ സഹിച്ച് മരിച്ച് നമ്മളെ രക്ഷിച്ചുവെന്നും. വെറുതെ അയക്കുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് പീഡകൾ സഹിച്ച് മരിച്ച് നമ്മളെ രക്ഷിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ പാഠത്തിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ ഈശോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീഡകൾ മുഴുവനും സഹിച്ചതെന്ന് നമ്മൾ പഠിച്ചല്ലേ. ഈശോ പീഡകൾ മുഴുവനും സഹിച്ച് നമ്മളെ രക്ഷിച്ചുവെന്നും പിതാവായ ദൈവം അവിടുത്തെ ഉയർപ്പിച്ചുവെന്നും പത്രോസ് വ്യക്തമാക്കി. ഈശോയെ ഉയർപ്പിച്ചത് ആരാ? പിതാവായ ദൈവമാണ് ഈശോയെ ഉയർപ്പിച്ചത്. പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി. എന്നിട്ട് പറയുകയാണ്, അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച ഈശോയെ ദൈവം കർത്താവും മിശിഹയുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. യഹൂദരോട് പറയുക, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ഈശോയെ ആരുയർത്തി? ദൈവം ഉയർത്തിയെന്ന് എല്ലാ ജനവും അറിയട്ടെ എന്ന് പത്രോസ് പ്രസംഗിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് പത്രോസ് പ്രസംഗം അവസാനിപ്പിക്കുക. തീക്ഷ്ണമായിട്ടാണ് പത്രോസ് പ്രസംഗിച്ചതല്ലേ. എന്തിൻ്റെ ശക്തിയാൽ? ആത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ചാണ് പത്രോസ് പ്രസംഗിച്ചത്. ഇത് കേട്ട് ജനം ഹൃദയം നുറുങ്ങി. തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പത്രോസിനോട് ചോദിച്ചു. പത്രോസിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഈ കൂടിയിരുന്ന ജനങ്ങളുടെ ഹൃദയം നുറുങ്ങി എന്നാണ് പറയുന്നത്. ഹൃദയം നുറുങ്ങി. അവർ വളരെ വിഷമത്തോടെ പത്രോസിനോട് ചോദിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. എന്താ പത്രോസ് പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പത്രോസിൻ്റെ പ്രസംഗത്തിൽ പത്രോസിൻ്റെ വചനം ശ്രവിച്ചപ്പോൾ പത്രോസ് ഭാഷാവരമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രഘോഷണം നടത്തിയപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് മാനസാന്തരപ്പെട്ട് ഈശോയുടെ സ്നാനം സ്വീകരിച്ചു. എത്രയോ തീക്ഷ്ണമായ പ്രസംഗമായിരുന്നു അല്ലേ മക്കളെ അത്.
ലോകത്തിൽ ഇത്രയും മനുഷ്യനെ ആകർഷിച്ച ഒരു പ്രസംഗം നടന്നിട്ടുണ്ടാകുകയില്ല, പത്രോസിൻ്റെ പ്രസംഗം പോലെ. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച പത്രോസ് പ്രസംഗിച്ചത് അല്ലേ? അപ്പോൾ 3000-ഓളം പേര് ആ ഒരൊറ്റ ദിവസം മാനസാന്തരപ്പെട്ട് പത്രോസിൻ്റെ മാനസാന്തരം കേട്ട് രക്ഷ പ്രാപിച്ച് എന്താണ് മാമുദീസ സ്വീകരിച്ചു. അവരുടെ ഗണത്തിൽ രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ രക്ഷ പ്രാപിക്കുന്നവരെ എല്ലാവരെയും അവരുടെ ഗണത്തിലേക്ക് കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ പത്രോസ് എത്രയോ തീക്ഷ്ണമായിട്ടാണ് പ്രസംഗിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പാടുന്നുണ്ട്, സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കും ഇതുപോലെയുള്ള എന്താണ് ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുവാനും ഈശോയെക്കുറിച്ച് തീക്ഷ്ണമായി പറയുവാനും ഒക്കെ സാധിക്കും. അതാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിലൂടെ പഠിച്ചത് അല്ലേ? പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധി അമ്മയുടെ മേലും വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു, ഈശോയെക്കുറിച്ച് സംസാരിച്ചു എന്നൊക്കെ അല്ലേ? അപ്പോൾ സാർ നിങ്ങളെ ഇന്ന് വഴി കാട്ടാനൊരു തിരുവചനം പഠിപ്പിക്കുകയാണ്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42-ാമത്തെ വചനമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ്, വെറുതെയല്ല, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. മക്കൾ പഠിക്കണം കേട്ടോ. പഠിച്ചാൽ മാത്രം പോരാ, നമ്മളും താല്പര്യപൂർവ്വമാണോ വിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥനയിലും ഒക്കെ താല്പര്യപൂർവ്വമാണോ പങ്കുചേരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടിയിട്ട്. പ്രാർത്ഥിക്കുകയല്ലേ മക്കൾ? പ്രാർത്ഥിക്കുമല്ലേ? നമുക്ക് സാറ് പ്രവർത്തിക്കാൻ 1-2 ചോദ്യങ്ങൾ തരികയാണ്. ഇത് എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾ അയച്ചു കൊടുത്ത് മിടുക്കരാണ്. ജോയേൽ പ്രവാചകൻ്റെ ഏത് പ്രവചനമാണ് പന്തക്കുസ്തായിൽ യാഥാർത്ഥ്യമായത്? ഏത് പ്രവചനമാണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാർക്കും ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും അല്ലേ? അതാണ് ജോയേൽ പ്രവാചകൻ്റെ വാക്കുകൾ അല്ലേ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചവർക്ക് പത്രോസ് നൽകിയ മറുപടി എന്താണ്? നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, പാപമോചനത്തിനായി ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. അതല്ലേ പത്രോസ് പറഞ്ഞത്? നമ്മൾ പശ്ചാത്തപിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്നാണ് പത്രോസ് പറഞ്ഞതല്ലേ? നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോയുടെ ഗണത്തിൽ ചേർന്നവരാ. അപ്പോൾ നമ്മളെപ്പോഴും പശ്ചാത്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിടുക്കരായ മക്കളായി തീരണം. ഈ പാഠം പഠിച്ചത് വഴി നമ്മളൊരു തീരുമാനം എത്തണം. എന്താ? പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ തള്ളിക്കളയാതെ അവയ്ക്ക് അനുസൃതമായി പ്രവൃത്തികൾ ചെയ്ത് ഞാൻ ജീവിക്കും. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം നമ്മളെപ്പോഴും ഉൾക്കൊള്ളണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ? പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരുമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മിടുക്കരായ മക്കളായി എൻ്റെ മക്കൾ മാറണം. അതിനാ നമ്മൾ ഈ പാഠം പഠിച്ചത് കേട്ടോ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണമതികളായ മക്കളായി എൻ്റെ മക്കൾ ഓരോരുത്തരും മാറണം. അതിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കൾ കണ്ണുകളടച്ച് കൈകൾ കൂപ്പിപ്പിടിക്കുക. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അങ്ങ് അയച്ചത്. ഈശോ ഞങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോന്നപ്പോൾ ഈശോ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ അയക്കുമെന്ന്. ഞങ്ങളുടെ ഓരോരുത്തരെയും നയിക്കുവാൻ, ഞങ്ങളെ കാത്തുപരിപാലിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലീഹന്മാരിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരെയും, ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങളുടെ സഹോദരങ്ങളിലുമെല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ,
ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഞങ്ങളെപ്പോഴും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മളെ വിജയമുണ്ടാകും. അപ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.